ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 242. നമ്മളിന്ന് നോക്കുന്നത് 56-ാമത്തെ ഉപനിഷത്തായിട്ട് മുണ്ടകോപനിഷത്താണ്. അതിൽ മുണ്ടകം 2-ലെ ഖണ്ഡം 2-ലെ മന്ത്രങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് പരമാത്മാവിനെ പറ്റി തന്നെയാണ്. സർവവ്യാപിയും ഒന്നിൽ പറയുകയാണ്, എല്ലായിടവും വ്യാപിച്ചിരിക്കുന്നവനും സർവശക്തനുമായ പരമേശ്വരൻ. അപ്പം ഈശ്വരൻ എന്ന് പറയുന്ന ആ സംഗതി, ആ ബ്രഹ്മം, അതില്ലാത്ത സ്ഥലമില്ല. എല്ലായിടവും അത് വ്യാപിച്ചിരിക്കുന്നു. പ്രകാശരൂപമാണ്. ഒരു പ്രകാശത്തിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. പ്രകാശം എന്ന് പറയുന്നത് ഊർജമായിട്ട് കാണണം. ഊർജത്തിൻ്റെ ഒരു രൂപമാണ്. പ്രകാശം പരക്കുന്നത് പോലെ എല്ലായിടവും അത് വ്യാപിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ അതിനെ എടുക്കണം, അല്ലാതെ പ്രകാശമായിട്ട് എടുക്കരുത്. എല്ലാവരുടെയും ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ട് അതെല്ലാവരുടെ ഹൃദയത്തിലുണ്ട്. കാരണം അത് തന്നെയാണ് നമ്മളെല്ലാമായിട്ട് മാറിയത്. അപ്പം നമ്മളെല്ലാം അത് തന്നെയാണ്. പിന്നെ നമ്മളെ നിയന്ത്രിക്കാൻ ഒരു ശക്തിയായിട്ട് നമ്മളെ ഹൃദയത്തിലിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെ ഗുപ്തചരൻ എന്ന് എന്നും വിളിക്കുന്നു. എത്ര പ്രകാരത്തിൽ ചലിക്കുകയും, ഇവിടെയുള്ള ജീവജാലങ്ങളെല്ലാം പല തരത്തിൽ ചലിക്കും, കണ്ണടക്കും. ഓരോന്നും കണ്ണടക്കുന്ന ഓരോ തരത്തിലാണ്. തുറക്കും. അങ്ങനെ കണ്ണടക്കുകയും തുറക്കുകയും വ്യത്യസ്ത തരത്തിൽ കണ്ണടക്കുകയും തുറക്കുകയും ചെയ്യുന്ന വ്യത്യസ്ത തരം ജീവജാലങ്ങൾ ചെയ്യുന്ന സകലമാന ജീവജാലങ്ങളുടെയും സമുദായം ഈ പരമേശ്വരനിൽ സ്ഥിതി ചെയ്യുന്നു. എന്തെല്ലോ വ്യത്യസ്തമായ ജീവജാലങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും അതെല്ലാം തന്നെ ഈ പരമേശ്വരനിലാണ് സ്ഥിതി ചെയ്യുന്നത്. പരമേശ്വരൻ തന്നെയാണ് അതെല്ലാമായിട്ട് മാറിയിരിക്കുന്നത്. അവൻ തന്നെ എല്ലാവരുടെയും ആശ്രയസ്ഥാനം. എല്ലാവരും ആശ്രയിച്ചു കഴിയുന്നത് ഏകനായ ആ പരമേശ്വരനെയാണ്. അതാണ് ഈശ്വരൻ, അതാണ് ബ്രഹ്മം. അവൻ സത്വമാണ്, അസത്വമാണ്. അതിന് രൂപവും ഭാവമൊന്നുമില്ല. അത് സത്താണോ എന്ന് ചോദിച്ചാൽ സത്താണ്, അസത്താണോ എന്ന് ചോദിച്ചാൽ അസത്താണ്. ഈ പ്രപഞ്ചത്തിൽ സത്വം അസത്വമായിട്ടുള്ള എല്ലാം അത് തന്നെയാണ്. കാര്യവും കാരണവും അത് തന്നെയാണ്. പിന്നെയോ പ്രകടമായതും അപ്രകടമായതും എല്ലാം അത് തന്നെയാണ്. പ്രകടമായിട്ട് ഇവിടെ എന്തെല്ലാം കാണുന്നുണ്ടോ അതാണ്. അപ്രകടമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അത് തന്നെയാണ്. അതുകൊണ്ട് സമസ്ത ജീവികളുടെയും ബുദ്ധിക്ക് പിന്നിലുള്ള ആ ശക്തി വിശേഷിയത്തെ, ഏതെല്ലാം ജീവജാലങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിയുണ്ടോ അതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്ന അവനെ നമ്മൾ എന്ത് വേണം? ബുദ്ധി ഉപയോഗിച്ച് തന്നെ അറിയുവാൻ ശ്രമിക്കണം. അറിയിക്കാൻ, അതായത് 100% അതിനെ അറിയാൻ പറ്റില്ല. എന്നാലും നമ്മളെ ബുദ്ധി കൊണ്ട് അനുമാനിക്കാം. നമുക്ക് ഏകദേശം അതിങ്ങനെയെല്ലാമാണ് ഉള്ളതെന്ന് നമ്മളെ ഹൃദയത്തിലുണ്ട്. അതാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ഈ തരത്തിലെല്ലാം നമുക്കതിനെ അറിയാൻ പറ്റും. 2 പറയുകയാണ്, അവൻ സൂക്ഷ്മത്തിൽ അതിസൂക്ഷ്മവും. സാധാരണ നിലയിൽ സൂക്ഷ്മം എന്ന് പറയുന്നത് വളരെ ചെറിയ, നമ്മളെ ചിന്തകൾക്കും അത്രയും അറ്റത്ത് കിടക്കുന്നതാണ് സൂക്ഷ്മം. അതിനെക്കാട്ടിയും സൂക്ഷ്മമാണത്. അപ്പം നമ്മളെ ചിന്തകൾ പോലും അവിടെ എത്തില്ല. ഏറ്റവും ചെറുതെന്ന നിലയിൽ നമ്മൾ ചിന്തിച്ചാലും അവിടെ എത്താൻ പറ്റില്ല. സകല ജീവജാലങ്ങളിലും അതേസമയം അവൻ നിറഞ്ഞു നിൽക്കുന്നുമുണ്ട്. ഏറ്റവും ചെറുതാണ്, പക്ഷെ അതില്ലാത്ത സ്ഥലവും ഇല്ല. എല്ലാ ജീവജാലങ്ങളിലും അത് ഉണ്ട് താൻ, വ്യാപിച്ചു കിടക്കുകയുമാണ്. അപ്പം വലുതുമാണ് അവൻ. എല്ലാവരും അവനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ബ്രഹ്മത്തെ ഇങ്ങനെയല്ലെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. അല്ലാതെ വേറെ രൂപത്തിലൊന്നും അതിന് മനസ്സിലാക്കാൻ പറ്റില്ല. അവർ പല രൂപത്തിൽ പറഞ്ഞു തരികയാണ്. ഇതെല്ലാം വെച്ചിട്ട് ഒരു ഏകദേശ അനുമാനത്തിൽ നമ്മൾ അതിനെ അറിയാൻ ശ്രമിക്കണം. അതിനാൽ ജീവദാതാവായ പ്രാണൻ അവൻ തന്നെയാണ്. നമുക്ക് ജീവൻ നൽകുന്ന പ്രാണനും അവൻ തന്നെയാണ്.
എല്ലാം അവനാണെന്ന് പറയുകയാണ്. നമുക്ക് ജീവൻ നൽകുന്നത് എന്താണ്? പ്രാണനാണ്. പ്രാണൻ പോയി കഴിഞ്ഞാൽ ജീവനും പോയി. അപ്പോൾ ആ പ്രാണനും എന്ത് തന്നെയാണ്? അവൻ തന്നെയാണ്. ആ രൂപത്തിൽ കാണുന്നതിലെല്ലാം നിങ്ങൾ ബ്രഹ്മത്തെ ദർശിക്കണം എന്ന് പറയുന്ന തത്വത്തിലേക്കാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് പോകുന്നത്. അഖില ജഗത്തിൻ്റെയും വാണിയും മനസ്സും അവൻ തന്നെ. ഈ ജഗത്തിൽ ഏതെല്ലാം ശബ്ദമുണ്ടോ, ശാസ്ത്രങ്ങളുണ്ടോ, അതെല്ലാം അവൻ തന്നെയാണ്. മനസ്സ്, എല്ലാ ജീവജാലങ്ങളുടെയും മനസ്സ് അവനാണ്. അവൻ തന്നെ ഇന്ദ്രിയങ്ങളും പിന്നെയോ അന്ധകരണവുമായി പ്രകടമായിരിക്കുന്നു. എല്ലാ ഇന്ദ്രിയങ്ങളും അവൻ തന്നെയാണ്. നമ്മളെ അന്ധകരണത്തിലുള്ള, അന്ധകരണം എന്ന് പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇതെല്ലാം അവൻ തന്നെയാണ്. അവൻ തന്നെ പരമസത്യവും. സത്യം എന്ന് ആദ്യം ഉള്ളത്, സത്യമായിട്ടുള്ളത് അത് മാത്രമാണ്. അവിനാശിയാണ്, അതിനൊരിക്കലും നാശമില്ല, അത് എപ്പോഴും നിലനിൽക്കുന്നുള്ളത്. അവിനാശിയായ തത്വവും അമൃതത്വവും ആ അവസാനമായ മോക്ഷം പ്രാപിക്കുന്ന ആ ശാന്തമായ അവസ്ഥ. പിന്നെ അത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണമില്ല. അതിനാൽ ശൗനക, അതെല്ലാം എന്തെല്ലാം ഈ പ്രപഞ്ചത്തിലുള്ളോ അതെല്ലാം ആ ബ്രഹ്മമായി കണ്ടുകൊണ്ട്, അതിനാൽ ശൗനക, ഭേദിക്കുവാൻ യോഗ്യമായ ആ ലക്ഷ്യത്തെ നീ വിചാരിച്ചു കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തെ ഭേദിച്ചിട്ട് നിനക്ക് അവിടെ എത്താൻ പറ്റും. ആ ലക്ഷ്യം ഭേദിച്ചിട്ട് നീ ആ ലക്ഷ്യത്തിലേക്ക്, ബ്രഹ്മസാക്ഷാത്കാരമാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ അതിനെ ഭേദിച്ചിട്ട് നിനക്ക് അവിടെ എത്താൻ പറ്റും. ഇനി പറയുന്ന രീതിയിൽ നീ ഭേദിച്ച് അമരത്വം പ്രാപിക്കണം. അതായത് ഇനി പറയാൻ പോകുന്ന രീതിയിലൂടെ നീ ശ്രമിച്ചിട്ട് അമരത്വം പ്രാപിക്കുക. 3, ഏത് പ്രകാരം ബാണം അയക്കുന്നതിന് മുമ്പ്, നമ്മളൊരു ബാണം അയക്കുന്നതിനെക്കാട്ടി മുമ്പിൽ ബാണം എടുത്തിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ മുനയുടെ തുരുമ്പെല്ലാം മാറ്റിയിട്ട് ചാണയിൽ വെച്ചിട്ട് ഉരച്ചിട്ട് അതിന് നല്ല മൂർച്ച കൂട്ടുന്നത് പോലെ, അതേപോലെ ആത്മരൂപമാകുന്ന ശരത്തെ, നമ്മുടെ ആത്മരൂപമാകുന്ന ശരത്തെ, നമ്മളെ ജീവാത്മാവിനെയാണ് പരമാത്മാവിൽ കൊണ്ട് ലയിപ്പിക്കേണ്ടത്. അപ്പം ശരമേതാണ്? ആത്മരൂപമാവുന്ന ശരത്തെ ഉപാസനയിലൂടെ നിർമ്മലവും ശുദ്ധവുമാക്കി പ്രണവമന്ത്രത്തിലൂടെ പ്രണവമന്ത്രമാവുന്ന ധനസ്സിനാൽ തൊടുത്തുവിടണം. അപ്പം ജീവാത്മാവാകുന്ന ശരത്തെ ഓങ്കാരമാകുന്ന മന്ത്രം കൊണ്ട്, ഓങ്കാരമാകുന്ന മന്ത്രം കൊണ്ട് എന്ന് പറയുമ്പോൾ ഓങ്കാരമാകുന്ന മന്ത്രം ജപിച്ചുകൊണ്ട് എങ്ങനെയപ്പം വേണം? നമ്മുടെ ജീവാത്മാവാകുന്ന ശരത്തെ ഉപാസനയിലൂടെ ശുദ്ധമാക്കിയിട്ട്, ഉപാസന ചെയ്ത് നമ്മളെ ആത്മാവിനെ ശുദ്ധമാക്കണം. അതായത് എല്ലാ വിചാരങ്ങളെല്ലാം ആദ്യം എടുത്ത് കളഞ്ഞിട്ട് ശുദ്ധമാക്കണം. ഈ ഭൗതിക ലോകവുമായിട്ടുള്ള ചിന്തയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ശുദ്ധമാക്കണം. എന്നിട്ട് പ്രണവരൂപമാകുന്ന ധനുസ്സിൽ തൊടുത്തിട്ടാണ് വിടേണ്ടത്. പ്രണവരൂപമാകുന്ന ധനുസ്, അതായത് ഓംകാരം എന്ന ശബ്ദം നമ്മൾ മനസ്സിൽ ആത്മാവിനെ ശുദ്ധമാക്കിയിട്ട് ഓം എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് എന്ത് വേണം? പിന്നെ ധനുസിനെ, സാധാരണ നമ്മൾ ധനുസിനെ എന്താ ചെയ്യുക? സർവശക്തിയോടെ വലിച്ചിട്ട് ബാണത്തെ ലക്ഷ്യത്തിലേക്ക് വിടുന്ന പോലെ, മൂർച്ച കൂട്ടിയതിൻ്റെ ശേഷം വലിച്ചിട്ട് വിടുന്നത് പോലെ, അപ്പോൾ അത് ലക്ഷ്യം ഭേദിക്കും. അതേപോലെ തന്നെ ഇവിടെ ഭാവപൂർണമായ ചിത്തത്തോടുകൂടി മനസ്സിനെ ഭാവനയിലൂടെ ചിന്തിക്കണം. ഓം എന്ന് വലിക്കുമ്പോൾ അത് എവിടത്തേക്കാണ്? ഭാവനയിലൂടെ ആ ബ്രഹ്മത്തിൽ, ജീവാത്മാവ് പരമാത്മാവിൽ, ഹൃദയത്തിലുള്ള പരമാത്മാവിൽ ചെന്ന് ചേരുന്നത് ഭാവനയിലൂടെ. ചിത്തത്തോടു കൂടിയ ഓങ്കാരത്തിൻ്റെ ഉച്ചാരണം അധികം നീട്ടിയിട്ട് ഓം എന്ന് വിളിച്ച് സാവധാനം മനസ്സിനെ അവിടെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവാത്മാവിനെ, എന്നിട്ടോ
ആ ചിന്ത വെച്ചുകൊണ്ട് ആത്മാവിനെ പരമാത്മാവിൽ ലയിപ്പിക്കണം. അങ്ങനെ ആത്മാവിനെ കൊണ്ടുപോയിട്ട് പരമാത്മാവിൽ ലയിപ്പിക്കണം. ഓം എന്ന് സാവധാനം വിളിച്ച് അപ്പം ചിന്തി എപ്പോഴും ആ പരമാത്മാവിൽ തന്നെ കേന്ദ്രീകരിക്കുമ്പോൾ ഈ ആത്മാവ് പോയി പരമാത്മാവിൽ ചേർന്നു. അതായത് അതിനെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. നേരത്തെ പറയുന്നതിനെ കുറച്ച് വിസ്തരിച്ച് പറഞ്ഞു തന്നെയാണ്. ഇനി 4 പരമാത്മാവിൻ്റെ വാചകമാവുന്ന പ്രണവം. അപ്പം ഈ പ്രണവമന്ത്രം ഓംകാരം എന്ന് ജപിക്കുമ്പോൾ നമുക്കെന്തുണ്ട്? ശ്വാസം വലിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഓം എന്ന് വിളിക്കുമ്പോൾ ശ്വാസം വലിക്കുമ്പോൾ നമ്മളും ആ മനസ്സ് അതേനനുസരിച്ച് പരമാത്മാവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അതൊരു പ്രാക്ടീസായിട്ട് എടുക്കാൻ എളുപ്പ വഴിയാണ്. ഓംകാരമാണ് ധനുസ്. ജീവാത്മാവും ശരീരവും പരമാത്മാവിൽ ജീവാത്മാവ് ശരീരവും പരമാത്മാവിലാണ് ലക്ഷ്യത്തിൽ എത്തിച്ചേരേണ്ടത്. ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കണം, ശരീരത്തെ എടുത്ത്. അപ്പോൾ ശരീരത്തിൽ നിന്നത് വേർപെടും. അത് സാധകൻ സ്വയം ഉപാസിച്ചുകൊണ്ട് മാത്രമേ ലക്ഷ്യം ഭേദിക്കുവാൻ കഴിയുകയുള്ളൂ. അവനവൻ വിചാരിച്ചാൽ ഈ പ്രാക്ടീസിലൂടെ അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ആർക്കും പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പം ഇത് അവരവരെ ശ്രമിച്ചോളണം. അല്ലാതെ വേറൊരു ഗുരുവിന് ഇത്രയെല്ലാം പറഞ്ഞു തരാനേ പറ്റുള്ളൂ. അപ്പം അവരവർ തന്നെ ഏതോ ആസനത്തിലിരുന്നിട്ട് ആദ്യം നമ്മളെ ഭൗതിക സുഖ സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിക്കണം. എന്നിട്ട് മനസ്സ് ശാന്തമാക്കണം. ശാന്തമാക്കിയിട്ട് ഏതെങ്കിലും ഏകാന്ത സ്ഥലത്ത് പോയിരുന്ന് ഓം എന്ന് വിശ്വസിച്ചുകൊണ്ട് മനസ്സിനെ ആ പരമാത്മാവിൽ ലയിപ്പിക്കുവാൻ ശ്രമിക്കുക. അത് സ്വയം ഉപാസിച്ചത് കൊണ്ട് മാത്രമേ ലക്ഷ്യം ഭേദിക്കാൻ ആവുകയുള്ളൂ. അതുകൊണ്ട് ശൗനക, നീ ആ ലക്ഷ്യത്തെ സ്വയം ഭേദിക്കുക. നീ അത് സ്വയം ഭേദിക്കണം. അല്ലാതെ എനിക്ക് പറഞ്ഞു തരാനേ പറ്റുകയുള്ളൂ. അല്ലാതെ അവിടെ കൈപിടിച്ച് കൊണ്ടാക്കി തരാനൊന്നും പറ്റില്ല. അവരവർ തന്നെ വിചാരിച്ചോളുക. ഇനി 5 ആ പരബ്രഹ്മത്തിൽ സ്വർഗവും ഭൂമിയും. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ? സ്വർഗവും ഭൂമിയും. ഭൂമിയും ഭൂമിക്ക് മുകളിലുള്ള സ്വർഗവും ആകാശവും അതിൻ്റെ ഇടയ്ക്കുള്ള എല്ലാം കൂടിയതാണ് ആകാശം. സമസ്ത പ്രാണികൾ ഈ പ്രപഞ്ചത്തിൽ എന്തുണ്ട്? എല്ലാം. അവയിലെല്ലാം പ്രാണനും ഉണ്ട്. മനസ്സുണ്ട്, അവർക്കെല്ലാം മനസ്സുണ്ട്. അന്ധകരണമുണ്ട്. എല്ലാ ജീവജാലങ്ങളുടെയും ബുദ്ധിയും ഇവയെല്ലാം ആ പരബ്രഹ്മത്തിൽ ഊടും പാവും പോലെയാണെന്ന് പറയുകയാണ്. ഊടും പാവും പോലെയാണ് എന്ന് പറയുകയാണ്. പരസ്പരം ചേർന്നുകൊണ്ടങ്ങനെ ഒരു തരത്തിലാണത് നിൽക്കുന്നത്. അതിനെ വേർപെടുത്തിയെടുക്കുന്ന അങ്ങനെ ഒരു പ്രത്യേക ബന്ധത്തിലാണ്. നമ്മൾ ഈ നുരയും പതിയെല്ലാം കണ്ടിട്ടില്ലേ? നുരയും പതിയും എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. അതോടങ്ങനെ ഇടകലർന്നിട്ട് അങ്ങനെ പോകുന്ന ഒരു തരത്തിലാണ് പരബ്രഹ്മത്തിൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഒരുമാതിരി ഇഴുകിച്ചേർന്നിട്ടങ്ങനെ അതേസമയം വ്യത്യസ്തമായിട്ടല്ലായിട്ട് തോന്നുന്ന തരത്തിലാണ് ഉള്ളത്. അതിനാൽ മറ്റുള്ള ചർച്ചകളെല്ലാം അവസാനിപ്പിച്ചിട്ട് ഇതെല്ലാം പരസ്പരം ബന്ധിപ്പിച്ച് കിടക്കുകയാണ്. അപ്പം അതിൽ നിന്ന് ഭൗതികതയെ മുഴുവൻ എടുത്തു മാറ്റിയിട്ട് അതിലേക്ക് ചേരുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമാണ്. അങ്ങനെ ഇഴുകിച്ചേർന്നിട്ട് അങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ട് മറ്റുള്ള ചർച്ചകളെല്ലാം ഉപേക്ഷിക്കണം. നമ്മളെ മറ്റുള്ള ചിന്തകളെല്ലാം എല്ലാ വിഷയങ്ങളും ത്യജിക്കണം. എന്നിട്ട് ആ ബ്രഹ്മത്തെ മാത്രം ഇങ്ങോട്ടേക്ക് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. മറ്റുള്ള ചർച്ചകൾ ഉപേക്ഷിച്ച് പരമേശ്വരനെ അറിയുവാൻ ശ്രമിക്കണം. അതിലെ പരമേശ്വരനെ മാത്രം കണ്ടെത്താൻ ശ്രമിക്കണം. മറ്റുള്ള ചിന്തകളെല്ലാം തൻ്റെ സാധനക്ക് തടസ്സങ്ങളായിട്ട് മനസ്സിലാക്കണം. ബാക്കിയുള്ള ചിന്തകളെല്ലാം ഭൗതികമായ ഭാര്യ, മക്കൾ, കുടുംബം, മറ്റേ അത് ഇത് എല്ലാം ചിന്തകളെല്ലാം തൻ്റെ സാധനക്ക് തടസ്സമായിട്ട് ചിന്തിക്കണം. അതിനാൽ അവയിൽ വിരക്തനായി സാധകൻ, അപ്പോൾ അവനെന്ത് വേണം?
ഇവയോടെല്ലാം വിരക്തി ഉണ്ടാകണം. ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നിനോടും ഒരു താല്പര്യവും ഇല്ലാത്തവനായിട്ട് മാറണം. എന്നിട്ട് ആ ബ്രഹ്മത്തെ തന്നെ ആശ്രയിച്ചുകൊണ്ട് ചിന്തയിൽ മുഴുകിയിരിക്കണം. അതുതന്നെ ആ അമൃതത്തിലേക്കുള്ള പാലം. ആ അമൃതം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസാക്ഷാത്കാരം. ആ ബ്രഹ്മസാക്ഷാത്കാരത്തിൻ്റെ സ്റ്റേജാണ് അമൃതം. ആ അമൃതമായ ആ അമൃതത്തിലേക്ക് എത്തിച്ചേരാനുള്ള പാലം ഇത് മറ്റൊന്ന് മാത്രമാണ്, വേറെയില്ല. അതുപോലെ അതുവഴി സംസാര സാഗരത്തെ മറികടക്കാം, അമൃതത്തെ പ്രാപിക്കാം. ഇനി 6, രഥചക്രത്തിൻ്റെ കേന്ദ്രത്തിൽ ആരക്കാലുകൾ പിടിപ്പിച്ചതുപോലെ രഥത്തിൻ്റെ ചക്രത്തിൻ്റെ നടുവിലാണ് ഈ ആരക്കാരല്ല, ചക്രത്തിൻ്റെ കേന്ദ്രത്തിലാണ് അതിൻ്റെ കാലുകളെല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ശരീരത്തിലെ എല്ലാ നാഡികളും നമ്മളെ ഹൃദയത്തിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്, സ്ഥിതി ചെയ്യുന്നത്. എല്ലാം ഹൃദയത്തിലേക്ക് വന്നു ചേരുന്നുണ്ട്. ശരീരത്തിൻ്റെ എല്ലാ നാഡികളിലൂടെയാണ് നമ്മളെല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത്. അത് ഹൃദയത്തിൽ വന്നു ചേരുന്നുണ്ട്. ആ നാഡികളെല്ലാം കേന്ദ്രീകരിക്കുന്നത്. ഒരു IC-യിൽ ചിപ്പിൽ നിന്നാണ് എല്ലാ വയറുകളും പുറത്തേക്ക് പോകുന്നത്. ആ കമ്പ്യൂട്ടറിനെ മുഴുവൻ വർക്ക് ചെയ്യിപ്പിക്കുന്നത് അതെല്ലാം ആ ചിപ്പിലേക്ക് കയറി വരുന്നുണ്ട്. അവിടെ നിന്നാണ്, അതാണ് പ്രോസസ്സറാണ് എല്ലാം പ്രോസസ്സ് ചെയ്യുന്നത്. അതുപോലെ ഹൃദയത്തിലാണ് ഈ നാഡികളുടെ കേന്ദ്രമുള്ളത്. അതുകൊണ്ടാണ് ഹൃദയത്തിലാണ് പരമാത്മാവ് ഇരിക്കുന്നത് എന്ന് പറയുന്നത്. ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. അവിടെ നാനാരൂപത്തിൽ പ്രകാശിക്കുന്ന പരമാത്മാവ് അവിടെ നിന്നാണ് അത് ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും പ്രകാശിപ്പിക്കുന്നത്. കണ്ണിന് ഒരു സ്വഭാവം കൊടുക്കുന്നു, ചെവിക്ക് വേറൊരു സ്വഭാവം, മുടിക്ക് വേറൊരു സ്വഭാവം, എല്ലാത്തിനും ഓരോ സ്വഭാവത്തിൻ്റെ രൂപത്തിൽ അത് പ്രകാശിക്കുകയാണ്. അവിടെ എന്നിട്ട് അത് അന്തരാമിയായിട്ടിരിക്കുന്നുണ്ട്. ആ പരമാത്മാവ് ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ഈ നാഡികളിലൂടെയാണത് എല്ലാ അവയവങ്ങളെയും പ്രകാശിപ്പിക്കുന്നത്. ആ പരമപുരുഷനെ ഓംകാരത്തിൻ്റെ ഉച്ചാരണത്തോടുകൂടി നിരന്തരമായി ധ്യാനിച്ചു കൊണ്ടിരിക്കണം. ആ ഹൃദയത്തിലുള്ള പരമാത്മാവിനെ മനസ്സ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കേണ്ടത്. അതോടൊപ്പം അതിൻ്റെ അർത്ഥരൂപമായ പരമാത്മാവിനെ ധ്യാനിക്കുകയും വേണം. ആ പരമാത്മാവിന് ഈ തരത്തിൽ എല്ലാത്തിൻ്റെയും എല്ലാം അതിൽ നിന്നാണ് ഉണ്ടായത്, അതാണ് നാമായി മാറിയത്, അതാണ് ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളെ ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്നുള്ള അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ധ്യാനിക്കണം. ചിന്ത എപ്പോഴും ഈ ഒരു ചിന്തയിലായിരിക്കണം. അപ്പോൾ നീ പരമാത്മാവിനെ പ്രാപിക്കുവാൻ പ്രാപ്തമാകും. അപ്പോൾ നിനക്ക് ബ്രഹ്മസാക്ഷാത്കാരം നേടാം. നീ സംസാര സാഗരം മറികടക്കും, നിനക്ക് മംഗളം ഉണ്ടാകട്ടെ. എന്നിട്ട് പറയുന്നു, നിനക്ക് മംഗളം ഉണ്ടാകട്ടെ. എന്നിട്ട് പറയുകയാണ് 7, പരമേശ്വരൻ എല്ലാറ്റിനെയും നന്നായി അറിയുന്നവനും അത് ഈ ലോകത്തിലുള്ള എല്ലാ സംഭവങ്ങളെയും അതിനറിയാം. കാരണം അത് തന്നെയാണ് എല്ലാമായിട്ട് മാറിയത്. പിന്നെ എല്ലാം അത് തന്നെയാണ്. പിന്നെ അതിനെല്ലാം എല്ലാ കാര്യങ്ങളും അറിയാലോ. അഖിലത്തിൻ്റെയും ആത്മാവുമാണ്. എല്ലാ ഈ പ്രപഞ്ചത്തിൽ എന്തിനെല്ലാം ആത്മാവുണ്ടോ, ജീവജാലങ്ങൾ, അതെല്ലാം അത് തന്നെയാണ്. ബ്രഹ്മലോകത്തിൽ സ്വരൂപസ്ഥനായി സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. ബ്രഹ്മലോകത്തിൽ അദ്ദേഹത്തിൻ്റെ ലോകത്തിൽ ഏതാണെന്ന് പറഞ്ഞാൽ പറയാനൊന്നും പറ്റില്ല, അതിന് ലിമിറ്റില്ല, അങ്ങനെ പോവുകയാണ്. അതിൻ്റെ ലോകത്തിൽ സ്വരൂപസ്ഥനായി, അതിൻ്റെ രൂപം എന്താണ്? അതിന് രൂപമില്ല, ഭാവമില്ല, ആ രൂപത്തിൽ അതങ്ങനെ സ്ഥിതി ചെയ്യുകയാണ്. എല്ലാ ജീവികളുടെയും പ്രാണനും ശരീരത്തെ നിയന്ത്രിക്കുന്ന പരമേശ്വരൻ മനസ്സിൽ വ്യാപിച്ചതിനാൽ മനോമയൻ എന്നും വിളിക്കുന്നു. എല്ലാ ജീവികളുടെയും പ്രാണൻ അത് തന്നെയാണ്. ശരീരത്തെ നിയന്ത്രിക്കുന്നതിനെല്ലാം അത് തന്നെയാണ്. മനസ്സിൽ വ്യാപിച്ചുകൊണ്ട് ജീവജാലങ്ങളുടെ പ്രത്യേകത ഒരു മനസ്സ് എന്നൊരു പരിപാടിയുണ്ട്. ആ മനസ്സിലും അത് തന്നെയാണ് വ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവനെ മനോമയനെന്നും വേണ്ടിയിട്ട് നമുക്ക് വിളിക്കാം. കാരണം മനസ്സിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നതും അത് തന്നെയാണ്.
എല്ലാറ്റിൻ്റെയും ആത്മാവായതിനാൽ പരബ്യോമ പരമം വ്യോമം എന്നും വിളിക്കുന്നു. എല്ലാറ്റിൻ്റെയും ആത്മാവ് അത് തന്നെയാണ്, ആരുമായിട്ട് വ്യത്യാസമില്ല. അതുകൊണ്ട് പരമവ്യോമം എന്ന് പറയുന്നു. എല്ലാ ജീവികളുടെയും ഹൃദയ കമലത്തിൽ ആശ്രയം നൽകിക്കൊണ്ട് ആ ഹൃദയ കമലത്തിലാണ് അതിൻ്റെ സ്ഥാനം. അന്നമയമായ സ്ഥൂല ശരീരത്തിൽ പ്രതിഷ്ഠിതമാണ്. അതേസമയം ആ അന്നമയമായ അന്നം കൊണ്ടുണ്ടാക്കിയ ഈ ശരീരത്തിൽ മുഴുവൻ അത് പ്രതിഷ്ഠിതമാണ്. ഒരു ഭാഗവും അതില്ലാത്തതായിട്ടില്ല. ഈ ശരീരം മുഴുവൻ അന്നമുണ്ടായിരിക്കുന്ന ബ്രഹ്മത്തിൽ നിന്നാണ്. ആ ബ്രഹ്മം തന്നെയാണ് ശരീരത്തിലെ അന്നമമായ ശരീരത്തിലെല്ലാം അത് പ്രതിഷ്ഠിതമാണ്. ആനന്ദമയമായ അദ്ദേഹത്തെ അതേസമയം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആനന്ദം നൽകുന്ന മനസ്സിലൂടെയാണ് ആനന്ദം കിട്ടുന്നത്. ആ ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നത് സുഖനിദ്രയിൽ കിട്ടുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ആ തരത്തിലുള്ള ഒരു അവസ്ഥ കിട്ടും എപ്പോഴും ആ ബ്രഹ്മസാക്ഷാത്കാരം നേടുമ്പോൾ. അപ്പം ആനന്ദമയനായ അദ്ദേഹത്തെ ബുദ്ധിമാന്മാർ വിജ്ഞാനം വഴി മനസ്സിലാക്കി, ഈ ബുദ്ധിമാന്മാർ ഇത് വളരെയധികം ചിന്തിച്ച് ഈ നിലയിൽ അതിനെ മനസ്സിലാക്കി എങ്ങനെയെങ്കിലും ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവർ പ്രത്യക്ഷപ്പെടുത്തി എടുക്കുന്നുണ്ട്. അപ്പം നമുക്കും വേണമെങ്കിൽ ബുദ്ധിപരമായിട്ട് അതിനെപ്പറ്റി ചിന്തിച്ച് അതിനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. 8. കാര്യകാരണ സ്വരൂപനായ ആ പരമേശ്വരനെ പരമാത്മ പുരുഷോത്തമനെ അദ്ദേഹത്തിൻ്റെ തത്വത്തെയും ഗ്രഹിക്കുന്നത് വഴി ആർക്കെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ തത്വം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയുകയാണെങ്കിൽ അവർ ആ നിമിഷം മുതൽ എന്തു സംഭവിക്കുന്നു? ഈ ജഡശരീരം തങ്ങളുടെ സ്വരൂപമായി കണക്കാക്കുന്ന ജീവികളുടെ ഹൃദയത്തിലെ അവിദ്യാരൂപത്തെ കെട്ടഴിച്ചു വിടും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുവരെ നമ്മൾ ചിന്തിക്കുന്ന എന്താണ്? ഈ ശരീരം ഞാനാണ് എന്ന് ചിന്തിക്കുന്ന ആ അവിദ്യ. മോഡേൺ സയൻസ് പ്രകാരം ഈ ശരീരം ഞാനാണ്. ആ ചിന്ത, ആ ജ്ഞാനമെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ശുഭ അശുഭ കർമ്മങ്ങൾക്ക് ശമനം ചെയ്തുകൊണ്ട്, പിന്നെ നമ്മുടെ കർമ്മങ്ങളൊന്നും നമുക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന എല്ലാം ആ ശക്തിയാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ എല്ലാം ചെയ്യുന്നത് ആരൊക്കെ വേണ്ടിയാണ്? ആരാണ്? ആ ശക്തി തന്നെയാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്. അപ്പം പിന്നെ ശുഭകർമ്മവും ഇല്ല, അശുഭകർമ്മവും ഇല്ല. നമ്മൾ ചെയ്യേണ്ട നമ്മൾ ചെയ്യുന്നു. അത് തന്നെ, ആ ശക്തി തന്നെയാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ നമുക്കെന്തില്ല? ഉത്തരവാദിത്വമില്ല. അപ്പം ശുഭ അശുഭ കർമ്മങ്ങൾ ശമിക്കുകയും എന്നിട്ട് ആ ജീവി എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തനായിട്ട് പരമാനന്ദ സ്വരൂപമായി അതുമായിട്ട് ചേരുന്നു. അപ്പോൾ നമ്മൾ ആ അവസ്ഥയിലാണ് ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നത്. നമുക്ക് പിന്നെ നാം എന്നൊരു ചിന്തയില്ല. അതെല്ലാം അതെന്നെ കൊണ്ടെന്നല്ലോ ചെയ്യിപ്പിക്കുന്നുണ്ട്, ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ അവസ്ഥയിലേക്ക് ഞാൻ മാറും. ഞാനെന്ന ചിന്തവും എൻ്റേതെന്ന ചിന്തവും എല്ലാം ഇല്ലാതായി മാറും. 9. നിർമ്മലനും നിർവികാരനും, അതിന് വികാര വിചാരങ്ങളൊന്നും തന്നെ ഇല്ല. അവയവരഹിതനും, അതിന് അവയവങ്ങളൊന്നുമില്ല ആയ ആ പരമാത്മാവ് പ്രകാശമയമായ ഉന്നത നിലയിൽ വിരാജിക്കുന്നു. പ്രകാശമായ, നേരത്തെ പറഞ്ഞ ഏറ്റവും ഒരു പ്രകാശ രൂപത്തിൽ അതിനെ വേണമെങ്കിൽ ചിന്തിക്കാം. അതങ്ങ് ഏതോ സ്ഥലത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ആ സ്ഥലത്തുനിന്ന് അങ്ങനെ പ്രശോഭിച്ച് ഇങ്ങോട്ട് അതിൻ്റെ ശക്തി വ്യാപിപ്പിച്ചുകൊണ്ട് എല്ലായിടവും വ്യാപിച്ച് നിൽക്കുകയാണ്. അദ്ദേഹം സർവ ഗുണങ്ങളും തികഞ്ഞവനും അതേസമയം ശുദ്ധനുമാണ്. അവൻ ശുദ്ധനാണ്, പരിശുദ്ധനാണ്. എല്ലാ പ്രകാശയുക്ത വസ്തുക്കളുടെയും പ്രകാശവും അതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഏതെങ്കിലും ഒരു സൂര്യനെല്ലാം പ്രകാശം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ പ്രകാശം കൊണ്ട് പ്രകാശിക്കുന്നതാണ്. ഇപ്പം നമ്മളുണ്ടെങ്കിൽ ഒരു സ്വഭാവവിശേഷം, നല്ലൊരു ദിവ്യത്വം ഉണ്ടെങ്കിൽ അതെല്ലാം അതിൻ്റെ ദിവ്യത്വം തന്നെയാണ് പ്രകാശിക്കുന്നത്. അല്ലാതെ
നമ്മളതല്ല, ആ നിലയിൽ കാണരുത്. അദ്ദേഹത്തെ ആത്മജ്ഞാനികൾ മാത്രം അറിയുന്നു. ആ നിലയിലുള്ള അദ്ദേഹത്തെ നല്ല ആത്മജ്ഞാനികൾക്ക്, ഈ ബ്രഹ്മതത്വമെല്ലാം മനസ്സിലാക്കിയ ജ്ഞാനികൾക്ക് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ. ഇനി 10 ആ സ്വയം പ്രകാശം പരത്തുന്ന പരമേശ്വരൻ്റെ മുന്നിൽ സൂര്യൻ പ്രകാശിക്കുകയില്ല. അത് മുമ്പ് പറഞ്ഞു തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സൂര്യന് പ്രകാശിക്കാൻ പറ്റില്ല. ഏതുപോലെ സൂര്യൻ്റെ മുമ്പിൽ മിന്നാമിനുങ്ങൾക്ക് തൻ്റെ പ്രഭ കാണിക്കാൻ പറ്റില്ല, അതുപോലെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒന്നിനും പ്രകാശിക്കാൻ പറ്റില്ല. ഏതിന്? ചന്ദ്രന് പറ്റൂല, നക്ഷത്രങ്ങൾക്ക് പറ്റൂല, സൂര്യന് പറ്റൂല എന്ന് പറഞ്ഞാൽ പിന്നെ ചന്ദ്രനും പറ്റൂല, വിദ്യുത്തിന് പറ്റില്ല, ഒന്നിനും തന്നെ പ്രകാശിക്കാൻ കഴിയില്ല. പിന്നെ അഗ്നിയുടെ കാര്യം പറയണമെന്ന് നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. സൂര്യന് ഒന്നും പ്രകാശിക്കാൻ പറ്റില്ല, പിന്നെ അഗ്നിയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. കാരണം അവയെല്ലാം പ്രകാശിക്കുന്നത് ഇതിൻ്റെ ഒരു ചെറിയ അംശം ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ ബ്രഹ്മത്തിൻ്റെ ഒരു ചെറിയ കഴിവ് ഉപയോഗിച്ചുകൊണ്ടാണ്, ജ്യോതിസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവയെല്ലാം, സൂര്യനെല്ലാം പ്രകാശിക്കുന്നത്. പിന്നെ അതിനൊന്നും അതിൻ്റെ അടുത്ത് പ്രകാശിക്കാൻ പറ്റില്ല. ഇനി ആ പരമാത്മാവ് ഉള്ളിലും പുറത്തുമുണ്ട്, പിന്നിലും മുന്നിലുമുണ്ട്, ഇടതും വലതുമുണ്ട്, മുകളിലും താഴെയെല്ലാം വ്യാപിച്ചിരിക്കുന്നു. അതിന് ലിമിറ്റില്ല. പ്രപഞ്ചത്തിൽ അതിന് അതിരുകളില്ല. ഈ വിശ്വബ്രഹ്മാണ്ടത്തിൻ്റെ രൂപത്തിൽ പ്രകാശിക്കുന്നതും, ഈ പ്രപഞ്ചമായി വിരാട രൂപമായി പ്രകാശിക്കുന്നതും അതിൽ നിന്നുള്ള ഒരു ചെറിയ അംശമാണ് ഈ രൂപത്തിൽ പ്രകാശിക്കുന്നത്. ഈ തരത്തിൽ മനസ്സിലാക്കുക നമ്മൾ ബ്രഹ്മത്തെ. അപ്പം ബ്രഹ്മത്തെ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതിനെ വളരെ വ്യക്തമായിട്ട് ഇതിലൂടെ വിവരിച്ചു തന്നു.